ഹലോ ഗൈസ്, ഞാനും ആതിരയും കൂടെ തന്നെ ബാംഗ്ലൂർ വരെ പോകാം കേട്ടോ. അപ്പം നമുക്ക് ചെങ്ങന്നൂർ നിന്നാണ് ബസ്, വൈകുന്നേരമാണ് ബസ് എത്തുന്നത്. അപ്പം നമ്മൾ ചെങ്ങന്നൂർ വരെ ഡ്രോപ്പ് ചെയ്തത് നമ്മുടെ അച്ചായനാണ് കേട്ടോ. അങ്ങനെ അച്ചായൻ നമ്മളെ ചെങ്ങന്നൂർ ഡ്രോപ്പ് ചെയ്ത് അവിടെ ചെന്നപ്പോൾ ആതിരയ്ക്ക് എന്തൊക്കെയോ കഴിക്കാൻ മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള ഒരു ബേക്കറി കയറി വേണ്ട എന്തൊക്കെയോ സ്നാക്സൊക്കെ മേടിച്ചു. അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ബസ് എത്തി. നമ്മളങ്ങനെ ബസ്സിൽ കയറി അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മൾ ബാംഗ്ലൂർ എത്തി കേട്ടോ. ബസ് സ്റ്റാൻഡിൽ തന്നെ ഒന്ന് ഫ്രഷ് ആവാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയതിന് ശേഷം പുറത്തിറങ്ങി. എനിക്ക് നല്ല വിശപ്പുണ്ട്, അതിലേക്ക് വിശക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ കണ്ട ഒരു മലയാളി ഹോട്ടലിൽ കയറിയിട്ട് ഞാനൊരു മസാല ദോശയും ഒരു ചായയാണ് കഴിച്ചത് കേട്ടോ. അതിൽ ഒരു ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു ഞാവൽപ്പഴം നോക്കിയേ, നല്ല ഫ്രഷ് ഞാവൽപ്പഴം കേട്ടോ. ഇവിടെ 100 രൂപയുള്ളൂ ഒരു കിലോയ്ക്ക് കേട്ടോ. നാട്ടിൽ 200-300 രൂപയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം നമ്മുടെ ബുക്ക് ചെയ്ത് ഊബർ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ അവസാനം നമ്മുടെ ഊബർ ഓട്ടോ എത്തി കേട്ടോ. ഊബർ ഓട്ടോയിൽ കയറിയപ്പോൾ ആതിര പറഞ്ഞു അവൾക്ക് നേരെ രാമേശ്വരം കഫേയിലോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അവൾക്ക് നാട്ടിൽ തൊട്ടേ പറയുന്നുണ്ട് രാമേശ്വരം കഫേയിൽ പോയി കഴിക്കണമെന്ന്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് പെയ്യെ നേരെ രാമേശ്വരം കഫേയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുണ്ട്, രാവിലത്തെ ടൈം ആയതുകൊണ്ട് സ്കൂളും ഓഫീസും ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് ബാംഗ്ലൂരിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ രാമേശ്വരം കഫേയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കാണ് രാവിലെ. ഞാനൊരു 5-8 കൊല്ലത്തിന് മുമ്പാണ് ബാംഗ്ലൂർ ഒന്ന് വരുന്നത്, അതിന് ശേഷം ഇപ്പോഴാണ് എത്തുന്നത്. അങ്ങനെ നമ്മൾ ചെറുതായി രാമേശ്വരം കഫേയിലോട്ട് എത്താറായി. അങ്ങനെ നമ്മൾ രാമേശ്വരം കഫേയിലെത്തി ഗൈസ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആതിരയ്ക്ക് അത് കണ്ടപ്പോൾ ഒരു സന്തോഷം, കാരണം ആതിര കഴിച്ചിട്ടില്ല, ഞാൻ ഓൾറെഡി ഒരു ദോശ കഴിച്ചതാണ്. അപ്പം എൻ്റെ വയറ് ഫുള്ളാണ്. അങ്ങനെ ആതിര കുറേ നേരം മെനു ഒക്കെ നോക്കി നിന്നതിന് ശേഷം എന്തോ ഒരു ദോശയുടെ ഒരു വെറൈറ്റി ഓർഡർ ചെയ്ത് കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നല്ല തിരക്കുണ്ട്, നല്ല തിരക്കാണ് രാവിലെ. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് എനിക്കാണെങ്കിൽ ഒരു കോഫി കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് അങ്ങനെ എൻ്റെ കോഫി ഇതേണ്ട റെഡിയായി ഗൈസ്. എനിക്ക് കോഫി കിട്ടി. അപ്പോൾ ആതിരയുടെ ഫുഡ് ഇതുവരെ ആയിട്ടില്ല. അവസാനം ആതിരയുടെ ഫുഡും കിട്ടി. ആതിരയ്ക്ക് ആ ഫുഡ് കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം. നല്ല കൊള്ളാം, എന്തോ ഒരു വെറൈറ്റി ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു ദോശ. അങ്ങനെ ഞാനും ആതിരയും കൂടെ അവിടെ, ഞാൻ കഴിച്ചില്ല കേട്ടോ. ആതിര ദോശയെ കഴിച്ചു. നല്ല ദോശയായിരുന്നു എന്ന് ആതിര പറഞ്ഞു, കാരണം അത്രയ്ക്ക് നല്ല തിരക്കുള്ളൊരു ഹോട്ടലാണ്, ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് രാമേശ്വരം കഫേ. അങ്ങനെ ഞാനാണ് അവിടെ ഇരുന്നൊരു കോഫിയൊക്കെ കുടിച്ചു. അത്യാവശ്യം നല്ല കോഫിയൊക്കെ ആയിരുന്നു, നല്ലൊരു ആംബിയൻസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്.